പരിശുദ്ധവും പരിപാവനവും വസന്തത്തിൻ്റെ പൂക്കാലവും പാപമോചനത്തിൻ്റെ മാസവുമാണ് വിശ്വാസികൾക്ക് റമദാൻ. 12 മാസങ്ങളിൽ ഏറ്റവും പുണ്യമാക്കപ്പെട്ടതും ശ്രേഷ്ഠതയുള്ളതുമായ മാസം. ഖുർആൻ ഇറക്കപ്പെട്ട മാസം എന്നുള്ള പ്രത്യേകതയും റമദാനുണ്ട്. സത്യവിശ്വാസികൾക്ക് പുണ്യങ്ങൾ കൊയ്തെടുക്കുവാനും ചെയ്തുപോയ പാപങ്ങളിൽ നിന്നും മോചനം തേടാനുമുള്ള റമദാൻ. സത്കർമ്മങ്ങളിൽ മുഴുകി പ്രതിഫലങ്ങൾ നേടിയെടുക്കുവാൻ അല്ലാഹു കൽപ്പിച്ച മാസം. റമദാനിൻ്റെ നന്മകൾ വിശ്വാസികളിലേക്ക് പകർന്നുകൊണ്ട് കരുതൽ ന്യൂസും. അനാഥൻ്റെ തലയിലെ ഒരു തലോടൽ അവന് നൽകുന്ന സുരക്ഷിതത്വ ബോധത്തിൻ്റെ പേരാണ് സ്നേഹം. പട്ടിണിയുടെയും അനാഥത്വത്തിൻ്റെയും വേദനകൾ നബി തിരുമേനി പുസ്തകങ്ങളിൽ നിന്ന് വായിച്ചറിഞ്ഞതായിരുന്നില്ല. മറിച്ച് അനാഥത്വത്തിൻ്റെ എല്ലാ സമ്പൂർണതകളോടെയും ജീവിച്ച പ്രവാചകനായിരുന്നു റസൂൽ. എന്തുകൊണ്ടായിരിക്കും പ്രവാചകൻ അനാഥകളെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നത്? റസൂലെ, മനസ്സ് വല്ലാതെ വരണ്ടു പോയിരിക്കുന്നു എന്ന് പറഞ്ഞ സുഹാബിക്ക് റസൂൽ നിർദ്ദേശിച്ചത് ഒരു യത്തീമായ കുട്ടിയെ പോയി ഒരു ഉമ്മ വെക്കൂ എന്നായിരുന്നു. എന്താണ് റസൂൽ ഇപ്രകാരം പറഞ്ഞതെന്നാൽ, സ്നേഹം കിട്ടാത്തവന് അത് കൊടുക്കൂ എന്നായിരുന്നു. ആ കുട്ടിയുടെ കണ്ണിൽ കാണുന്ന ഒരു വെളിച്ചമുണ്ട്, ഒരു സുരക്ഷിതത്വമുണ്ട്. അതിൻ്റെ പേരത്രേ സ്നേഹം. നാം ഓർക്കണം, ഇത് പറയുന്നത് അനാഥത്വത്തിൻ്റെ എല്ലാ വേദനകളും ജീവിതത്തിൽ അനുഭവിച്ച പ്രവാചകനാണ്. ആ സ്നേഹസാഗരത്തിലെ ഒരു കണികയെങ്കിലും പകർന്നു നൽകാനും ഈ പുണ്യമാസം അനുഗ്രഹമാക്കി തീർക്കാനും ഏവർക്കും കഴിയട്ടെ എന്ന് പരമകാരുണികനായ ദൈവത്തിൻ്റെ നാമത്തിൽ ആശംസിക്കുന്നു.